നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കി കാട്ടിത്തരാം കേട്ടോ നിങ്ങൾക്ക്. കപ്പ നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ടു. അതിനുശേഷം വെള്ളം ഞാൻ ആദ്യമേ വെച്ചതാണ്. വിറക് തീ കത്തി പോണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് ഇടുക. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ. എല്ലാവരും ഒന്നും ഇടൂല. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കും. ഇനി ഇത് നന്നായി വേവിക്കാം. നല്ല വിറകടുപ്പിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. ഞാൻ തന്നെ തിന്നണല്ലോ. നല്ല പലവക കേട്ടോ. നല്ല പലവക കേക്ക് വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്കുള്ള മസാലകൾ ആദ്യം തന്നെ കുരുമുളക് പൊടി ഇടണം. ഒന്നര സ്പൂൺ മുളക് പൊടി, അതിനുശേഷം കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, ഇതിൽ ഏലക്കായി, പട്ട, ഗ്രാമ്പൂ, ഉലുവ ഒക്കെ ആക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി മസാലപ്പൊടി. അതിനാണ് ടേസ്റ്റ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഉപ്പ്, പാകത്തിന് ഉപ്പിട്ടു. പിന്നെ കറിവേപ്പില കഴുകി വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി. എന്നിട്ട് നന്നായി ഇതേപോലെ തന്നെ മിക്സ് ചെയ്യണം. കപ്പ ബിരിയാണി പാകത്തിന് വെള്ളം ഒഴിക്കണം. പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. അഥവാ ഒന്ന് മുങ്ങി വെക്കണം. മല്ലിപ്പൊടി ഇടുക കേട്ടോ. മല്ലിപ്പൊടി എന്നോട് ആദ്യം ഇടാൻ മറന്നുപോയി. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇടും. നമ്മുടെ പലവകത്തെ എത്രയാണോ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മസാലകളൊക്കെ ഇടണം. ആദ്യം ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ ഇത് പലവക വന്നിട്ട് ഇതിലിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. നന്നായി തിളപ്പിക്കാം. പിന്നെ ചപ്പാണ്. ഈ ചപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനാണ് പ്രത്യേക മണവും രുചിയും കിട്ടുന്നത്. അരിഞ്ഞിട്ട് ചപ്പ് ഇത് ഭയങ്കര മണമാണ്. നല്ല ടേസ്റ്റ്. വീട്ടിലുള്ളത് കൊണ്ടിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതും ഇടും. കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ സ്റ്റോക്ക് ഇല്ല. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നമ്മുടെ പലവക നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതിലൊരു 10 വിസിലെടുത്തിട്ടുണ്ട്. നല്ല കറുമുറു എല്ലൊക്കെ ഉണ്ട്. അതില് ഞാൻ പലവകയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പലവകയും കപ്പയും കൂടി നന്നായി മിക്സ് ചെയ്യും. രണ്ടും കൂടി ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെക്കുന്നത് നല്ലതാണ്.
നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ട്, നോക്കിയാൽ അടിപൊളിയായില്ലേ, കളറൊക്കെ അല്ലേ, കാണാൻ നല്ല ഇതുണ്ട്. കഴിച്ച് നോക്കട്ടെ രസം ഉണ്ടോന്ന്. നല്ല ചൂടാ, അടിപൊളിയാട്ടോ. നല്ല മസാലകളൊക്കെ റെഡിയാണ്, സൂപ്പർ. കപ്പ ബിരിയാണി റെഡിയായി. പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ തന്നെ എല്ലാം ഉണ്ടാൽ നാടൻ കപ്പ ബിരിയാണി. ഇതിൽ തേങ്ങ അരിക്കുന്നവരുണ്ട്, തേങ്ങ അരിച്ചാലൊന്നും കൂടി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്, തേങ്ങ അരിച്ചുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്.